നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. രാജ്യം ഒന്നടങ്കം ഞെട്ടിയ ആകാശ ദുരന്തം സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ്. നിമിഷ നേരം കൊണ്ടാണ് സാധാരണ ഒരു വ്യാഴാഴ്ച കറുത്ത ദിനമായി മാറിയത്. എന്തൊക്കെ കീഴടക്കിയാലും ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ എന്ന് വിളിച്ചോതുന്ന ഒരു ദുരന്തം. അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ലണ്ടൻ നഗരം ലക്ഷ്യമാക്കി കുതിച്ചു പൊങ്ങിയ എയർ ഇന്ത്യ വിമാനം 825 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് കൂപ്പുകുത്തി കത്തി ചാമ്പലായത്. ഇതോടെ പരിഭ്രാന്തിയിലായ നാട്ടുകാർ നിലവിളിച്ച് ഓടുകയും ചെയ്തു. എന്തായാലും ലോകമെമ്പാടും ഈ ദുരന്തത്തിൻ്റെ ഞെട്ടലാണ്. ഈ സമയത്തും എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന്. അത്യാധുനികവും അപകട സാധ്യത കുറഞ്ഞതുമായ ബോയിങ് 787 സംഭവിച്ചത് എന്താകും? ഒരു നിമിഷം കൊണ്ട് അവിടെ എന്താകും സംഭവിച്ചത്? അന്താരാഷ്ട്ര സർവീസിന് ഉപയോഗിക്കുന്ന ഒരു വിമാനം ഇത്തരത്തിൽ തകർന്നു വീണതിൻ്റെ നടുക്കത്തിലാണ് രാജ്യത്തെ വ്യോമയാന യാത്രക്കാർ. അന്താരാഷ്ട്ര സർവീസുകൾക്ക് ഏറ്റവും അനുയോജ്യമായ വിമാനമാണ് എയർ ഇന്ത്യയുടെ ബോയിങ് 787. സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും മുൻപന്തിയിലാണ് ആധുനികമായ 787ൻ്റെ സ്ഥാനം. ടേക്ക് ഓഫ് ചെയ്ത് അധികം വൈകാതെ വിമാനം തകർന്നു വീഴുന്ന സംഭവം അപൂർവമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ദീർഘദൂര അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ എല്ലായ്പ്പോഴും ഇന്ധനം ഫുൾ ടാങ്കായി നിറച്ചിരിക്കും. ദൂരം കൂടുതൽ എന്നതിന് പുറമെ വഴിമാറി സഞ്ചരിക്കേണ്ടി വന്നാലുള്ള കരുതൽ ഇന്ധനവും നിറയ്ക്കുന്നതാണ് പതിവ്. അപകടത്തിലെ ഉഗ്ര സ്ഫോടനത്തിന് കാരണം ഫുൾ ലോഡ് ഇന്ധനം തന്നെയാകാം. 2 എഞ്ചിനുകളുള്ള വിമാനമാണ് ബോയിങ് 787. പക്ഷികൾ വന്നിടിച്ചാലും 2 എഞ്ചിനുകളും ഒരുപോലെ തകരാറാകാനുള്ള സാധ്യത കുറവാണ്. അഹമ്മദാബാദ് ലണ്ടൻ വിമാനം പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അപകട സാധ്യത സംബന്ധിച്ച അറിയിപ്പ് നൽകിയെന്നാണ് വിവരം. എന്നാൽ മാധ്യമങ്ങൾ വരുന്ന ഈ കാര്യത്തിന് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. അപകടം സുനിശ്ചിതമായാൽ മെയ്ഡേ എന്ന കോഡ് സന്ദേശമാണ് പൈലറ്റുമാർക്ക് നൽകുന്നത്. 2 എഞ്ചിനുകളും തകരാറിലായ വിമാനത്തിൽ അപകടം ഉറപ്പായ സാഹചര്യത്തിൽ പൈലറ്റുമാർക്ക് ഈ സന്ദേശം നൽകിയിട്ടുണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത്.